ഹലോ, നമസ്കാരം. ട്രസ്റ്റ് പേഴ്സൺ അരുണാണ് സംസാരിക്കുന്നത്. കുറെ ദിവസമായി യൂട്യൂബിൽ വന്നിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വേറെ സെയിലും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. അതാണ് യൂട്യൂബിൽ കുറച്ച് എനിക്ക് തോന്നുന്നു 1 month ആയിട്ട് യൂട്യൂബിൽ സജീവമല്ല, ഒരു ഗ്യാപ്പ് എടുത്തത്. ഓക്കെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ ഫ്ലാറ്റുകൾ ചെറിയ എമൗണ്ട് മുതലുണ്ട്. അതായത് നമ്മുടെ കോൺസെപ്റ്റ് തന്നെ സാധാരണക്കാർക്ക് ഒരു പാർപ്പിടുന്നതാണ്. നമ്മുടെ ഫ്ലാറ്റുകൾ ഇപ്പോഴും അതായത് 24 ലക്ഷം മുതൽ നമുക്ക് ബഡ്ജറ്റ് കൂടിയ ലെവൽ വരെ ഉണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ എമൗണ്ട് ഉള്ള ഫ്ലാറ്റുകളാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു, അതായത് നമ്മൾ ഈ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഉള്ളിലേക്കോ തൃശ്ശൂരിൽ വല്ലാണ്ട് വിട്ടുപോയിട്ടൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റുകളടക്കം തൃശ്ശൂര്, പൂങ്കുന്നം, അയ്യന്തോള്, പൂത്തോള് പരിസരത്തൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റുകളാണ്. എല്ലാം G+2 അപ്പാർട്ട്മെന്റ് ആണ്. ഈ റേഞ്ചിലേക്ക് വരുമ്പോൾ അതറിയാലോ, ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് വെറും റേറ്റ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് അവസാനം പറയാം. അത് ഫുള്ള് കാണാം. വളരെ റേറ്റ് കുറവാണ്. പൂങ്കുന്നം തിരുവമ്പാടി അമ്പലത്തിന്റെ സമീപം തന്നെയാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഓക്കെ, 2 bedroom ആണ്. 863 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ വഴിയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്റോയിലായിരിക്കും ഞാൻ അതിന്റെ റേറ്റും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പൊ അതുവരെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വഴി കാണാം. താങ്ക് യു. ഹലോ, ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പൂങ്കുന്നത്തുനിന്ന് നമ്മള് പാട്രാക്കിൽ പോണ വഴിയാണ്. ഓക്കെ, പൂങ്കുന്നം പാലം കയറി കഴിഞ്ഞ് പാട്രാക്കിൽ പോണ വഴിയിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ പാട്രാക്കില് പാലം കഴിഞ്ഞതും റൈറ്റ് സൈഡിലേക്ക്, അതായത് ഷൊർണൂർ റോഡിലേക്ക് കയറുമ്പോൾ തിരുവമ്പാടി അമ്പലത്തേക്കൊക്കെ പോണ വഴിയിൽ ആ വഴിക്ക് കയറിയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് റെയിൽവേ ക്രോസ് എത്തണതിന്റെ മുന്നേ ആയിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഞാൻ വഴി ഫുള്ളായിട്ട് കാണിച്ചു തരാം. വഴി മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഞാൻ പൂങ്കുന്നം സെന്ററിൽ വരണോണ്ടാണ്. നമ്മളിപ്പോ സ്വരാജ് റൗണ്ടെന്നോ അല്ലെങ്കിൽ അശ്വിനി ഭാഗത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പാട്രാക്കിൽ പാലത്തിന്റെ റൗണ്ട് കഴിഞ്ഞ് നേരെ കയറിയാൽ മതി. ഇനിയിപ്പോ അല്ലെങ്കിൽ സ്വരാജ് റൗണ്ട് ഭാഗത്തുനിന്നൊക്കെ ആണെങ്കിൽ ഷൊർണൂർ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ തിരുവമ്പാടി അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയാണ്. ഓക്കെ, ഇതിപ്പോ പൊതുവെ ഈ പൂങ്കുന്നം പാട്രാക്കിൽ പാലത്ത് ബ്ലോക്കാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ വഴി യൂസ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് പൂങ്കുന്നത്തുനിന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ പൂങ്കുന്നം ശിവക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി നമുക്ക് അവൈലബിൾ ആണ്. റെയിൽവേ ക്രോസോട് കൂടിയിട്ടുള്ള ഒരു വഴിയാണ്. റെയിൽവേ ക്രോസ് തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട്. നമ്മളിപ്പോ പാട്രാക്കിൽ പാലം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഈ പാട്രാക്കില് പാലം ഇറങ്ങിയിട്ട് ആ കാണുന്ന റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്രാക്കില് റൗണ്ടാണ്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അശ്വിനി ജംഗ്ഷനും പിന്നെ അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡൊക്കെ ആയി. അശ്വിനി ജംഗ്ഷന്റെ അവിടുന്ന് ഈ റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാല് നമുക്ക് ദേവമാത സ്കൂള് പുറത്ത് ഷൊർണൂർ റോഡിലേക്ക് പുറത്ത് കിടക്കണ വഴിയാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ റൗണ്ട് കഴിഞ്ഞ റൈറ്റിലേക്ക് പോണ വഴിയാണ്. അതായത് സ്വരാജ് റൗണ്ടിലേക്ക് പോണ വഴി, തിരുവമ്പാടി അമ്പലം ഒക്കെ ഈ വഴിക്കാണ്. നമ്മൾ ഈ വഴി ഇങ്ങനെ കയറിയിട്ട് ആണ് നമുക്ക് സ്വരാജ് റൗണ്ട് പോണ വഴി. അതായത് നമ്മുടെ ഈ ലൊക്കേഷൻ നിൽക്കുന്നത് വളരെ അടുത്താണ്. പാട്രാക്കിൽ പൂങ്കുന്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂരിലെ ഹൃദയഭാഗമാണ്. കാരണം ഇവിടെ നിന്നൊക്കെ തൃശ്ശൂർ റൗണ്ടിലേക്കൊക്കെ നടക്കേണ്ട ദൂരമേ ഉള്ളൂ, ഒരു 500 മീറ്റർ പോലും ഉണ്ടാവില്ല. ഇതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തിരുവമ്പാടി അമ്പലമാണ്. ഓക്കെ, തിരുവമ്പാടി അമ്പലത്തിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്താലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി. അതായത് ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് ഒന്നും നമുക്ക് താണ്ടണ്ട ഈ വഴി വരികയാണെങ്കിൽ. ഓക്കെ, നമ്മളിതാ തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള വഴിക്ക് കടന്നു. ഈ വഴി കടന്നതും റൈറ്റ് സൈഡിലേക്കുള്ളൊരു വഴിയാണ്, ഒരു കട്ട് റോഡാണ്. നമ്മുടെ ആ ലൈനിന്റെ പേര് ഓടത്ത് ലൈൻ എന്നാണ്. നമ്മുടെ ഈ റോഡിന്റെ ഈ ഉള്ളിക്കുള്ള റെസിഡൻസ് ഏരിയയുടെ പേര് ഓടത്ത് ലൈൻ. ഓക്കെ, ഈ വഴി കയറിയിട്ട് ലെഫ്റ്റിലേക്കുള്ളൊരു വഴി. നമുക്ക്
നമുക്ക് ഈ നേരെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബ്ലൂ കളർ പെയിന്റ് അടിച്ചിട്ടുള്ള ഫ്ലാറ്റ് ആണ്. ഹലോ, അപ്പൊ എല്ലാരും നമ്മുടെ ഫ്ലാറ്റ് കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ്. ബഡ്ജറ്റ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ ആദ്യം പറയാം. ഫ്ലാറ്റ് ഒരു 863 അടുത്ത് വരുന്ന സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഫ്ലാറ്റ് ആണ്, സൂപ്പർ ബിൽഡപ്പ് ഏരിയ. ഓക്കെ, പിന്നെ നമുക്ക് അതിലൊരു ബാൽക്കണി വരുന്നുണ്ട്. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. അതിൽ ലിവിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, ഒരു നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ലെഫ്റ്റിൽ ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചൺ, 2 ബെഡ്റൂം, ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഒരു ചെറിയ ഇതില് ഫ്ലാറ്റിനെയും കാട്ടി ഉപരി നമ്മൾ ആ ഫ്ലാറ്റ് നിൽക്കുന്ന ലൊക്കേഷനാണ്. ഫ്ലാറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവമ്പാടി അമ്പലത്തിന് സമീപമാണ്. തിരുവമ്പാടി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് റൗണ്ട് എന്ന് വെറും, അതായത് നമ്മുടെ വടക്കുന്നാഥന്റെ അവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ തിരുവമ്പാടി ആ വഴിക്ക് ഇറങ്ങി കയറി നടക്കേണ്ട ദൂരമേ ഉള്ളൂ നമുക്ക് വടക്കുന്നാഥന്റെ അടുത്ത്. ഒന്ന് തൊഴുകാനാണെങ്കിലും ഇനിയിപ്പോ ഹിന്ദൂസ് ആണ് എടുക്കണമെങ്കിലും ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവമ്പാടി അമ്പലമായി. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാട്രാക്കിലായി, ഹോസ്പിറ്റലിലാണെങ്കിൽ അശ്വിനി ഹോസ്പിറ്റല്, ഇനിയിപ്പോ പാലം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ പൂങ്ങുന്നായി, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ശോഭ സിറ്റി, അതേപോലെ പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അതാണ് വലിയൊരു കാര്യം. പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്താണ്. നമുക്കിപ്പോൾ ലോക്കലിൽ ഒരു ട്രെയിൻ കയറണമെങ്കിൽ കൂടെ പൂങ്ങുന്നത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബെനിഫിറ്റ് ആണ്. നമുക്ക് ഫ്ലാറ്റ്, നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കണേക്കാട്ടി ഉപരി നമ്മൾ ആ ലൊക്കേഷനും കൂടി നമുക്ക് നോക്കണല്ലോ. ഇനി ഈ ഫ്ലാറ്റിന്റെ റേറ്റ് വരുന്നത് വെറും 24 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഫ്ലാറ്റിന് കോട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഇത് നെഗോഷ്യബിൾ ആണെന്നൊന്നും പറയില്ല, കാരണം നമ്മൾ പറയുന്ന റേറ്റ് കറക്റ്റ് റേറ്റ് ആണ്. നമ്മൾ കട്ടൺ റേറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ പക്ക നമ്മൾ അളന്ന് മുറിച്ചിട്ടുള്ള റേറ്റ് ആണ്. നമുക്ക് എല്ലാവരെയും പോലെ റേറ്റ് കൂട്ടിയിട്ട് പിന്നെ കുറയ്ക്കുന്ന അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ പറയുന്ന അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കോട്ട് ചെയ്തേക്കുന്ന റേറ്റ് 24 ലക്ഷം രൂപയാണ്. നമ്മൾ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ ലോൺ നമുക്ക് ഒരിക്കലും ഇപ്പൊ സാങ്ഷനായി കിട്ടുന്നില്ല. ഇപ്പോഴും നമ്മൾ റേറ്റിന്റെ 80%, പിന്നെ ബാങ്കുകാർ വന്ന് വാലുവേറ്റ് ചെയ്യുന്ന പ്രകാരമാണ്. ഏരിയ വൈസ് പക്കയാണ്. ഓക്കെ, നല്ല ഫെയർ വാല്യൂ ഉള്ളൊരു ഏരിയയും കൂടിയാണ്. അപ്പൊ 24 ലക്ഷം രൂപയാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ എന്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കൊടുക്കാം. 8943333633 ഇതാണ് എന്റെ നമ്പർ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇതിന്റെ വീഡിയോസും ബാക്കി ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലാറ്റ് ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ ഫ്ലാറ്റ് താല്പര്യപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വേറെ 1-2 ഫ്ലാറ്റും കൂടെ ഉണ്ട്. നമുക്കങ്ങനെ കുറെ ഫ്ലാറ്റ് ഒന്നും ഇല്ല, ഇതെല്ലാം നമ്മുടെ ഓൺ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇതിൽ കോണ്ടാക്ട് ചെയ്യൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയത് നമ്മുടെ ഫ്ലാറ്റുകളുണ്ട് നമുക്ക്. പിന്നെ ഈ ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 5-6-7 കിലോമീറ്റർ ഒക്കെ പോയിട്ടുള്ള ഫ്ലാറ്റുകളൊന്നും അല്ല നമ്മുടെ. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. അതായത് എപ്പോഴെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഫ്ലാറ്റുകളൊക്കെ കൂടുതലും കുറച്ചും കൂടി ഗുണം ചെയ്യുന്നത് ആർക്കൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ തൃശ്ശൂർ വന്നു പോകുന്ന ആൾക്കാരാണ്. പൂരം ടൈമിൽ അല്ലെങ്കിൽ ബാക്കി ഉത്സവം ടൈമിലൊക്കെ തൃശ്ശൂർ വന്നു പോകാനുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ബെസ്റ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ കൂടെ ഡെയിലി റെന്റിനോ അല്ലെങ്കിൽ റെന്റിനൊക്കെ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള റെന്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റാണ് ഇങ്ങനത്തെ ഫ്ലാറ്റൊക്കെ. ഓക്കെ, അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സ് എൻ്റെ ഉണ്ട്. അപ്പൊ അവർക്കും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ പേര്, കൃഷ്ണ അപ്പാർട്ട്മെന്റ് എന്നാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ. അപ്പൊ എന്തുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിലേക്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. വേറെ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. ഫ്ലാറ്റ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ മേടിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ ഞാൻ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.